ജയ് സറാം പുണ്യാത്മാക്കളെ, സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 7 2026 ജൂലൈ 23 വ്യാഴാഴ്ച. ഇന്ന് രാമായണ പാരായണവും അതുപോലെ അതിൻ്റെ സാരാംശവും ചിന്തിക്കുന്നത് 449 വരികളാണ്. പ്രധാന ഭാഗങ്ങൾ വനയാത്ര, ഗുഹസംഗമം, ഭരദ്വാജ ആശ്രമ പ്രവേശം, വാൽമീകി ആശ്രമ പ്രവേശം എന്നീ 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ശ്രീരാമൻ ആരാണ്, സീതാദേവി ആരാണ്, ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും തത്വം എന്താണ് എന്നെല്ലാം വാമദേവൻ അയോധ്യാവാസികൾക്ക് പറഞ്ഞു കൊടുത്ത ഭാഗമാണ് നമ്മൾ കണ്ടത്. രാമസീതാ രഹസ്യം എന്താണ് എന്ന് വാമദേവൻ പുരവാസികളോട് പറഞ്ഞത് നമ്മൾ കണ്ടു. അതിനുശേഷം ശ്രീരാമാദികൾ, ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണ സ്വാമിയും കൂടി ദശരഥൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. ദശരഥൻ്റെ സമീപത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന കൈകേയിയുണ്ട്. കാരണം ശ്രീരാമൻ വനത്തിന് പോകണം എന്ന് ആഗ്രഹിച്ചത് കൈകേയിയാണ്. അപ്പോൾ അതിനുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കൈകേയി അവിടെ കാത്തു നിൽക്കുന്നു. ശ്രീരാമൻ നേരെ കൈകേയിയോട് പറയുകയാണ്, ശോകം കളഞ്ഞാലും അമ്മയെ മനസ്സീതേ, മനസ്സിലെ ദുഃഖമെല്ലാം കളഞ്ഞാലും സൗമിത്രിയും ജനകാത്മജയും ഞാനും കൂടി, അഥവാ ലക്ഷ്മണനും സീതാദേവിയും ഞാനും കൂടി ഇപ്പോൾ തന്നെ വനത്തിന് പോകാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. അച്ഛനോട് അനുവാദം വാങ്ങുക എന്നത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് അമ്മ ദുഃഖം കളഞ്ഞിട്ട് ഞങ്ങളെ പോകാൻ തയ്യാറാവുകയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞാലും എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ കൈകേയി ശ്രീരാമനും സീതാദേവിക്കും ലക്ഷ്മണനും ധരിക്കുന്നതിനായിട്ട് വേറെ വേറെ മരവുരി നൽകുകയാണ്. ചീരങ്ങൾ അഥവാ മരവുരി, മരത്തോല് നൽകുകയാണ്. ശ്രീരാമൻ മരവുരി ധരിച്ചു, ലക്ഷ്മണൻ മരവുരി ധരിച്ചു. സീതാദേവി ഈ മരവുരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശങ്കിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതാദേവിയുടെ കയ്യിലുള്ള വൽക്കലം അഥവാ മരവുരി വാങ്ങിയിട്ട് സീതാദേവിയുടെ ഉടുത്ത വസ്ത്രത്തിന് മുകളിലേക്ക് ധരിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടുകൂടി കോപാകുലനായ കുലഗുരു വസിഷ്ഠൻ പറയുകയാണ്, ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ. അല്ലയോ ദുഷ്ടയായിരിക്കുന്ന കൈകേയി, നീ ശ്രീരാമനോടല്ലേ വനത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞത്, വനവാസത്തിന് പോകാൻ വേണ്ടി പറഞ്ഞത് ശ്രീരാമനോടല്ലേ? സീതാദേവി തൻ്റെ പാതിവൃത്യം നിശ്ചയിച്ചുകൊണ്ട് ഭർത്താവിനോടുള്ള തൻ്റെ ധർമ്മം ചിന്തിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ കൂടെ സീതാദേവി പോകുന്നുണ്ടെങ്കിൽ സർവാഭരണ വിഭൂഷിതയായിട്ട് ദിവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പോകട്ടെ, മരവുരി ധരിക്കേണ്ടതില്ല എന്ന് കുലഗുരുവായ വസിഷ്ഠൻ പറയുകയാണ്. അത് കേട്ടിട്ട് കൈകേയി മറുത്തൊന്നും പറയുന്നില്ല. ആ സമയത്ത് ദശരഥൻ സുമന്ത്രനെ വിളിച്ചിട്ട് പറയുകയാണ്, രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവ നേത്രപ്രയാണായ സത്വരം. ഏറ്റവും നല്ല രാജയോഗ്യമായിരിക്കുന്ന ഒരു രഥം അല്ലയോ സുമന്ത്രരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാലും, ശ്രീരാമന് യാത്ര പോകുവാൻ വേണ്ടിയിട്ട് ഒരു രഥം കൊണ്ടുവന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ കരയുകയാണ്. പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ മമ പ്രാണസമാന മനോഹരേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദശരഥൻ ഭൂമിയിൽ മോഹിച്ച് വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ട് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. ആ സമയത്ത് സുമന്ത്രൻ തേര് കൊണ്ടുവന്നു. ശ്രീരാമദേവൻ സീതാദേവിയോട് പറയുന്നു, തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. അല്പം പോലും സമയം കളയാതെ തേരിൽ കയറുവാൻ വേണ്ടി ശ്രീരാമൻ ആവശ്യപ്പെട്ടപ്പോൾ സീതാദേവി ദശരഥനെ വണങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് തേരിൽ കയറുകയാണ്. അപ്രകാരം ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി തേരിൽ കരയേറി അവിടെ നിന്നും സുമന്ത്രർ തേർ നടത്തി അവർ യാത്ര പുറപ്പെടുകയാണ്. അപ്രകാരം യാത്ര പുറപ്പെടുന്ന സമയത്ത് സ്ത്രീ ബാല വൃദ്ധാദികളെല്ലാം തന്നെ ആ രാജ്യത്തുള്ള അയോധ്യയിലുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ എല്ലാവരും തന്നെ കരഞ്ഞുകൊണ്ട് തിഷ്ടതിഷ്ട പ്രഭോ രാമാദയാനിതേ, ദൃഷ്ടിക്ക് അമൃതമായോരി തിരുമേനി കാണായിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ എന്ന് കരഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ ഈ തിരുമേനി കാണാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കുക എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്
അവിടെയുള്ള കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും എല്ലാവരും തന്നെ ആ തേരിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ കാഴ്ചയെല്ലാം കണ്ട് ദുഃഖിച്ച് ബോധരഹിതനായി മഹാലസ്യപ്പെട്ട് വീണ ദശരഥൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ്റെ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക്, അന്തഃപുരത്തിലേക്ക് എന്നെ എത്തിച്ചാലും, കൗസല്യ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക് എന്നെ എത്തിച്ചാലും രാമനെ വേറിട്ട് ജീവിച്ച് ഞാനിനി ഭൂമിയിൽ വാഴുക ഇല്ല എന്ന നിർണയം, രാമനില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് എന്നെ കൗസല്യ മാതാവിൻ്റെ ഗൃഹത്തിലാക്കിയാലും എന്ന് പറയുന്നു. അപ്രകാരം കൗസല്യ മാതാവിൻ്റെ ഗൃഹത്തിലേക്ക് ദശരഥനെ എത്തിക്കുകയും കൗസല്യ മാതാവും ദശരഥനും വേദനയോടുകൂടി രാമൻ്റെ വിയോഗ ദുഃഖം കൊണ്ട് കരഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് രാമായണത്തിൽ നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നീട് രാമായണത്തിൽ വിശദീകരിക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ആ തേരിൽ യാത്ര തിരിച്ച ആ ഭാഗമാണ്. തമസാ നദിയുടെ തീരത്ത് അവരെത്തിച്ചേരുകയും ജലം മാത്രം കഴിച്ചുകൊണ്ട് നിരാഹാരനായി, ആഹാരാദികളും തന്നെ കഴിക്കാതെ ജലം മാത്രം അംശിച്ചുകൊണ്ട് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അവിടെ എത്തിച്ചേരുകയും ശ്രീരാമനും സീതയും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയും അവർക്ക് കാവലായിട്ട് ലക്ഷ്മണൻ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ലക്ഷ്മണൻ്റെ കൂടെ സുമന്ത്രരുണ്ട്. സുമന്ത്രരോട് ലക്ഷ്മണനോട് സുമന്ത്രനും അവരുടെ ദുഃഖം പങ്കുവയ്ക്കുന്നു. ദുഃഖിതരായിട്ടുള്ള അയോധ്യാവാസികൾ അവരുടെ കൂടെയുണ്ട്. നേരം അർദ്ധരാത്രി എടുത്ത സമയത്ത് അയോധ്യാപുരവാസികളൊക്കെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ശ്രീരാമൻ ഉള്ളിൽ ചിന്തിക്കുകയാണ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവർ എന്നെ പോകാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് സുമന്ത്രരോട് രഹസ്യമായിട്ട് പറയുന്നു, ഈ രാത്രിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. സൂര്യൻ ഉദിച്ചാൽ ഇവർ എന്നെ പോകാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ രാത്രി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്, തേർ ഇറക്കൂ എന്ന് പറയുകയാണ്. അത് കേട്ട് സുമന്ത്രർ വേഗത്തിൽ തന്നെ തേര് തയ്യാറാക്കി. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ആ തേരിൽ കയറുന്നു. പൗരജനങ്ങൾ ആരും തന്നെ ഈ വൃത്താന്തം അറിഞ്ഞില്ല, ഈ വാർത്ത അറിഞ്ഞില്ല, ഈ അവസ്ഥ അറിഞ്ഞില്ല. സുമന്ത്രർ തേര് നേരെ അയോധ്യയുടെ ദിക്കിലേക്ക്, അയോധ്യ എവിടെയാണോ അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് തേര് തെളിക്കുകയും അല്പദൂരം ചെന്നതിന് ശേഷം പെട്ടെന്ന് തേര് തെക്കോട്ട് തിരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പുരവാസികളൊക്കെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ശ്രീരാമൻ്റെ തേര് അവിടെ നിന്ന് പുറപ്പെട്ടതായിട്ട് കണ്ടു. അയോധ്യയ്ക്ക് നേരെയാണ് പോയിട്ടുള്ളത്. രാമനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ അയോധ്യയിലേക്ക് ഓടിയെടുത്തു. അയോധ്യയിലെത്തിയപ്പോഴാണ് അവർ അറിയുന്നത് ശ്രീരാമൻ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തായാലും അവരവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ശ്രീരാമന് സ്ഥാനം കൊടുത്തുകൊണ്ട് ശ്രീരാമൻ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തോടുകൂടി അയോധ്യവാസികൾ അയോധ്യയിൽ ജീവിക്കാൻ തുടങ്ങി. ശ്രീരാമനും ലക്ഷ്മണനും ഗംഗാതീരത്ത് എത്തിച്ചേരുകയും ശൃംഗവേരം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ സമീപത്ത് എത്തിച്ചേരുകയും അവിടെ ശിംശബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ആ ശിംശിബ വൃക്ഷത്തിൻ്റെ അഥവാ ശൃംഗവേരത്തിൻ്റെ അധിപനായിട്ടുള്ള ഗുഹൻ, ശൃംഗവേരം എന്ന് പറയുന്ന ആ നാടിൻ്റെ അധിപനാണ് ഗുഹൻ എന്ന കാട്ടാളൻ. അദ്ദേഹം ശ്രീരാമൻ്റെ വരവ് അറിഞ്ഞു. ശ്രീരാമൻ തൻ്റെ നാടിന് സമീപത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാട്ടാളനായ ഗുഹൻ അറിയുകയാണ്. ഗുഹൻ്റെ സുഹൃത്താണ് ശ്രീരാമൻ, ശ്രീരാമൻ്റെ സുഹൃത്താണ് ഗുഹൻ. അതുകൊണ്ട് തന്നെ ഗുഹൻ പറയുകയാണ്, തൻ്റെ സുഹൃത്തായ, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, താൻ ഏറ്റവും ബഹുമാനിക്കുന്ന, താൻ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ നാരായണൻ്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമൻ തൻ്റെ രാജ്യത്തിൻ്റെ സമീപത്ത്, തൻ്റെ നാടിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞ ഗുഹൻ പഴങ്ങളും കായ്കനികളും എല്ലാം സംഭരിച്ചുകൊണ്ട് ശ്രീരാമനെ കണ്ട് വന്ദിക്കുകയാണ്. ശ്രീരാമൻ്റെ മുമ്പിൽ അതെല്ലാം സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഗുഹൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ ഗുഹനെ എടുത്ത് ആലിംഗനം ചെയ്യുന്നു. ഗുഹൻ പറയുന്നു, ധന്യനായേൻ അടിയൻ എന്നു കേവലം നിർണയം
നൈഷാദ ജന്മവും പാവനം, എൻ്റെ കാട്ടാള ജന്മം പാവനമായി തീർന്നു. അല്ലയോ ശ്രീരാമചന്ദ്ര, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങയെ കാണുവാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് എൻ്റെ ജന്മം ഇന്ന് പുണ്യമായി തീർന്നു. എൻ്റെ ജന്മം ഇന്ന് സാഫല്യം കൈവരിച്ചു. ഞാൻ അങ്ങയുടെ കിങ്കരനാണ്. അതുകൊണ്ട് ഈ രാജ്യം അങ്ങേക്കുള്ളതാണ്. അങ്ങ് ഈ രാജ്യം ഭരിച്ചാലും കിങ്കരനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ അടിമയായിട്ട് അങ്ങയുടെ ആജ്ഞയെ അനുവർത്തിച്ചുകൊണ്ട്, ആജ്ഞാനുവർത്തിയായിക്കൊണ്ട് ഞാനിവിടെ ജീവിക്കാം. അങ്ങേക്ക് ഈ രാജ്യം അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ രാജ്യം ഗുഹൻ ശ്രീരാമന് നൽകുകയാണ്. ശ്രീരാമൻ പറയുന്നു, കേൾക്ക നീ വാക്യം മദീയം മമ സഖേ. അല്ലയോ എൻ്റെ സുഹൃത്തെ, നീ എൻ്റെ വാക്യം കേട്ടാലും 14 വർഷം സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. ഞാൻ ഏതെങ്കിലും ഗ്രാമത്തിൽ ജീവിക്കണമെങ്കിൽ 14 വർഷം കഴിയേണ്ടതുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് 14 വർഷത്തെ വനവാസമാണ്. ഈ രാജ്യം എൻ്റേത് തന്നെ, യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഈ രാജ്യം നീ ഭരിച്ചുകൊള്ളൂ. ഞാൻ വനത്തിന് പോവുകയാണ്. 14 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റ് ഗ്രാമങ്ങളിൽ താമസിക്കുവാനോ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, ഇത് എൻ്റെ രാജ്യം തന്നെയാണ്, നീ എൻ്റെ ആൾ തന്നെയാണ്, ഈ രാജ്യം നീ തന്നെ ഭരിക്കൂ എന്ന് ശ്രീരാമൻ പറയുകയാണ്. അതിനുശേഷം പാനീയ മാത്രം, ജലം മാത്രം ഭക്ഷിച്ചുകൊണ്ട് സീതാദേവിയോട് ഒത്തുചേർന്ന് ശ്രീരാമൻ അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ശ്രീരാമന് കാവലായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനും ഗുഹനും തമ്മിലൊരു സംവാദമുണ്ടാവുന്നു. അവർ തമ്മിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഗുഹൻ പറയുന്നു, പ്രാസാദമൂർധനി, കൊട്ടാരത്തിൽ ഏറ്റവും നല്ല പട്ടുമെത്തയിൽ ഏറ്റവും നല്ല രാജകീയമായിട്ടുള്ള എല്ലാ സുഖങ്ങളോട് കൂടിയിട്ടും പള്ളിക്കുറുപ്പ് കൊള്ളേണ്ടിയിരുന്ന, കിടന്നുറങ്ങേണ്ടിയിരുന്ന, ശയിക്കേണ്ടിയിരുന്ന ശ്രീരാമനും സീതാദേവിയും വൃക്ഷമൂലയെ കിടക്കുന്നത് കണ്ട് അതിദുഃഖം കലർന്നിട്ടാണ് ഗുഹൻ പറയുന്നത്. കാരണം കൊട്ടാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കേണ്ടിയിരുന്ന ശ്രീരാമനും സീതയും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട ദുഃഖം കൊണ്ട് ഗുഹൻ പറയുകയാണ്, പർണതൽപ്പേ ഭുവി ദാരുമൂലയെ കിടന്ന് അർണോജ നേത്രൻ ഉറങ്ങുമാറായത് സ്വർണതൽപ്പേ ഭവനോത്തമേ സൽപുരേ. സ്വർണ്ണക്കിടക്കയിൽ, സ്വർണ്ണക്കട്ടിലിൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങേണ്ടിയിരുന്ന ശ്രീരാമൻ ഇന്ന് ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുവാൻ കാരണമായിട്ടുള്ളത്, അഥവാ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദര ചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ. മന്ദരയുടെ ഏഷണി കേട്ടുകൊണ്ട് കൈകേയി എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടല്ലേ ഇന്ന് ശ്രീരാമൻ ഈ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് ഗുഹൻ ദുഃഖിക്കുകയാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ തിരിച്ചു പറയുന്ന മറുപടി നമുക്കറിയാം. അല്പം മുമ്പ് ശ്രീരാമൻ്റെ മുമ്പിൽ ക്രോധത്തോടു കൂടി നിന്ന ലക്ഷ്മണനെ, തൻ്റെ പിതാവിനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ലക്ഷ്മണനെ എപ്രകാരമാണോ ശ്രീരാമൻ ഉപദേശിച്ച് തത്വബോധം പകർന്നു കൊടുത്തത്, ആ തത്വബോധം ലക്ഷ്മണന് ലഭിച്ചു എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്ന മറുപടി. ഗുഹനോട് ലക്ഷ്മണൻ പറയുന്നു, ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. അല്ലയോ ഗുഹ, നീ എൻ്റെ വാക്കുകൾ കേട്ടാലും നീ ഇങ്ങനെ കോപിഷ്ഠനാകാനും ദുഃഖിതനാവാനും നിൽക്കരുത്. നീ രാമഭദ്രനാമം ജപിക്കൂ, ശ്രീരാമൻ്റെ നാമം ജപിക്കൂ. എന്നിട്ട് തത്വം ഉപദേശിക്കുകയാണ്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സുഖവും ദുഃഖവും ലഭിക്കുവാനുള്ള കാരണം പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മമാണ്. മുൻ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ സംഭരിച്ചിട്ടുള്ള ദുഃഖങ്ങളാണ്, അഥവാ മുൻ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ സംഭരിച്ചിട്ടുള്ള പ്രാരബ്ധങ്ങളാണ് നമ്മുടെ ഈ ദുഃഖത്തിനും സുഖത്തിനുമൊക്കെ കാരണമായി തീരുന്നത്. എന്താണോ നമ്മുടെ കർമ്മഗുണം, അതിനനുസരിച്ചാണ് നമുക്ക് ദുഃഖവും സുഖവും ഉണ്ടാകുന്നത്. വീണ്ടും പറയുന്നു, ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം. ആർക്കും ദുഃഖത്തെ നൽകുവാനോ സുഖത്തെ നൽകുവാനോ സാധിക്കില്ല. ഒരാൾക്കും തൻ്റെ ദുഃഖം മറ്റൊരാൾക്ക് എനിക്ക് ദുഃഖം കൂടുതലാണ്, കുറച്ച് ദുഃഖം നീ എടുത്തുകൊള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് സുഖം കൂടുതലാണ്, കുറച്ച് സുഖം നീ എടുത്തുകൊള്ളൂ എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവ്. ഇതി വൃഥ തോന്നുന്നിത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ.
ഒരാൾ കാരണമാണ് എനിക്ക് ദുഃഖമുണ്ടായത്, അഥവാ ഒരാൾ കാരണമാണ് എനിക്ക് സുഖമുണ്ടായത് എന്ന് ഒരു കാരണവശാലും ബുദ്ധിയുള്ളവർക്ക് തോന്നുകയില്ല. ശ്രദ്ധിക്കുക, ഇന്നയാൾ കാരണമാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്നോ ഇന്നയാൾ കാരണം എനിക്ക് സന്തോഷമുണ്ടായി എന്നോ സുഖമുണ്ടായി എന്നോ ചിന്തിക്കുന്നത് മൂഢന്മാരാണ്. അറിവുള്ളവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയില്ല. കാരണം നമ്മളുടെ കർമ്മഗതി എന്താണോ, നമ്മളുടെ മുൻജന്മത്തിൽ നിന്ന് ആർജിച്ചിരിക്കുന്ന കർമ്മഗുണം എന്താണോ, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാവുകയുള്ളൂ. ഒരാൾ കാരണമാണ് ദുഃഖമുണ്ടായത് എന്ന് ചിന്തിക്കുന്നത് വിവരമില്ലാത്തവരാണ്. ഒരാൾ കാരണമാണ് സുഖമുണ്ടായത് എന്ന് ചിന്തിക്കുന്നതും വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് ബുധന്മാർക്ക്, വിവരമുള്ളവർക്ക്, അറിവുള്ളവർക്ക് അങ്ങനെ തോന്നുകയേയില്ല. അവനവൻ്റെ കർമ്മഗതി കൊണ്ട് മാത്രമാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് എന്ന് ഇവിടെ സ്പഷ്ടം. അതിനുശേഷം പറയുന്നു, ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. സുഖത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട, സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്. പിന്നെയോ ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വിധി അനുസരിച്ച് വന്നിരിക്കുന്ന സുഖങ്ങളെ വേണ്ടാന്ന് വെക്കുകയും വേണ്ട. ഇത് വലിയൊരു തത്വമാണ്. കാരണം സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ കർമ്മ ഗുണം അനുസരിച്ചാണ് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാവുന്നത്. അതുകൊണ്ട് സുഖത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട. സുഖം നമുക്ക് ലഭിച്ചാൽ തള്ളിക്കളയുകയും വേണ്ട. സുഖം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ആനന്ദം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മഗുണം കൊണ്ട് തന്നെയാണ്. ദുഃഖമാണ് വരുന്നത് എങ്കിൽ നമ്മുടെ കർമ്മദോഷം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സുഖത്തെ സമ്പാദിക്കാൻ കർമ്മഗുണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാതലായിട്ടുള്ള കാര്യം. അതിൻ്റെ പ്രതിവിധി അതാണ് എന്നാണ് ഇവിടെ ലക്ഷ്മണൻ ഗുഹനെ ഉപദേശിക്കുന്നത്. തുടർന്ന് പറയുന്നു, സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ദേവന്മാരാലും അസുരന്മാരാലും ഈ സുഖദുഃഖങ്ങളെ മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. സുഖം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകും, ദുഃഖം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഖമുണ്ടാകും. നൂനം ദിനരാത്രി പോലെ ഗതാഗതം. രാവും പകലും എന്നതുപോലെ സുഖവും ദുഃഖവും മാറി മാറി തന്നെ മനുഷ്യജന്മത്തിൽ, ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് സുഖം വരും, സുഖത്തിൻ്റെ ഇടയ്ക്ക് ദുഃഖം വരും. ഇത് പരസ്പരം തീർച്ചയായിട്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ പോലെയാണ്. രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലഭംഗം എന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട്, സുഖദുഃഖങ്ങൾ ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അറിവുള്ള ആളുകൾ, വിദ്വാൻമാർ, അറിവുള്ള ആളുകൾ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അതിൽ അമിതമായിട്ട് വീഴാതെ, അതിയായ സന്തോഷം വന്നാൽ അതിയായ സന്തോഷത്തെ അനുഭവിക്കാതെ, അതിയായ ദുഃഖം വന്നാൽ ദുഃഖത്തിൽ വീഴാതെ, രണ്ടിനും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് വിദ്വാൻമാർ അഥവാ അറിവുള്ളവർ. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാം അരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇഷ്ടമായിട്ടൊരു കാര്യം സംഭവിച്ചാലും ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചാലും അറിവുള്ള ആളുകൾ രണ്ടിനെയും ഒരേപോലെയാണ് സ്വീകരിക്കുന്നത്. ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമില്ലാത്തതാവട്ടെ അത് രണ്ടിനെയും ഒരേ മനോഭാവത്തോടു കൂടിയാണ് അറിവുള്ള ആളുകൾ സ്വീകരിക്കുക. കാരണം അവർക്കറിയാം ഇതൊക്കെ മായ തന്നെയാണ് എന്ന്. ഇപ്രകാരത്തിൽ ഗുഹനോട് ലക്ഷ്മണൻ തത്വബോധമെല്ലാം നൽകുകയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നേരം പുലർന്നു, സൂര്യനുദിച്ചു. ശ്രീരാമൻ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ഗുഹനോട് പറഞ്ഞു, ഒരു തോണി കൊണ്ടുവരൂ, ഈ ഗംഗാനദി കടന്ന് മറുകരയ്ക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തോണി കൊണ്ടുവന്നാലും എന്ന് പറയുന്നു. അങ്ങനെ ഗുഹൻ വലിയൊരു തോണി കൊണ്ടുവന്നു. അതിൽ ശ്രീരാമനെയും സീതയെയും കയറുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ തോണി ഞാൻ തന്നെയാണ് തുഴയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ആ തോണിയിൽ കയറുന്നു. ആ ഗംഗാനദിയിലൂടെ മറുകരയിലേക്ക് പോകുന്ന സമയത്ത് ഗംഗയെ പ്രാർത്ഥിച്ചുകൊണ്ട് സീതാദേവി പറയുന്നു, ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗയെ നമോസ്തുത, ഗംഗയെ സ്തുതിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് ഗംഗാനദി കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. തിരിച്ച് ധർമ്മമെല്ലാം ചെയ്ത് കർമ്മമെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം, ധർമ്മ സംസ്ഥാപനത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഈ നദീപൂജ തീർച്ചയായിട്ടും, അല്ലയോ ഗംഗാദേവി, ഗംഗാ ഭഗവതി തീർച്ചയായിട്ടും നടത്തുന്നതുണ്ട് എന്ന് സങ്കല്പിക്കുന്നു.
അങ്ങനെ തോണി പ്രാർത്ഥിച്ചുകൊണ്ട് സീതാദേവി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തോണി മറുകരയിലെത്തുന്നു. ആ തോണിയിൽ നിന്ന് ശ്രീരാമാദികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ഗുഹൻ ശ്രീരാമനോട് പറയുകയാണ്, കൂടെ വിടകൊള്ളുവതിന് അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. അല്ലയോ രാമ, എനിക്ക് അങ്ങയുടെ കൂടെ വരുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കുമെന്ന് പറയുകയാണ്. ശ്രീരാമൻ അത് കേട്ടുകൊണ്ട് പറയുന്നു, സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ ഞാൻ, ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ, സത്യവിരോധം വരാ രാമഭാഷിതം. ഞാൻ പറയുന്ന വാക്കൊരിക്കലും തെറ്റിക്കുകയില്ല. ഞാൻ 14 വത്സരം വനവാസനം കഴിഞ്ഞ് തീർച്ചയായിട്ടും തിരികെ ഇങ്ങോട്ട് എത്തിച്ചേരും. അതുകൊണ്ട് ദുഃഖമില്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ രാജ്യം ഭരിച്ച് ഈ നാട് ഭരിച്ച് ജീവിച്ചാലും. അതെല്ലാം കേട്ട് ഗുഹൻ ശ്രീരാമനുമായിട്ട് അശ്ലേഷം ചെയ്ത് ദുഃഖത്തോടു കൂടിയിട്ട് ആ തോണിയിൽ കയറിക്കൊണ്ട് ഗുഹൻ തൻ്റെ മന്ദിരത്തിലേക്ക് തിരികെ യാത്ര തിരിച്ചു. ശ്രീരാമനാകട്ടെ അവിടെ നിന്നും നേരെ യാത്ര തിരിച്ച് ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്ന സമയത്ത് ഭരദ്വാജ ആശ്രമത്തിൽ ഭരദ്വാജൻ്റെ ശിഷ്യനായിട്ടൊരു ബ്രഹ്മചാരിയെ കണ്ടു. ശ്രീരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദശരഥ നന്ദനനായിട്ടുള്ള ശ്രീരാമൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഭരദ്വാജനെ അറിയിച്ചാലും. ശിഷ്യൻ നേരെ ഗുരുവിനോട് പോയിട്ട് വൃത്താന്തം അറിയിച്ചപ്പോൾ ശ്രീരാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഭരദ്വാജൻ സർവ്വവിധ ഉപചാരങ്ങളോട് കൂടിയിട്ട് എത്തിച്ചേരുകയാണ്. അർഘ്യപാദ്യാദികൾ കൊണ്ട് രഘോത്തമ സന്നിധവും സത്വരം ഭക്തിയവ പൂജയിത്വ സഹലക്ഷ്മണം. ലക്ഷ്മണനോട് ചേർന്ന് അർഘ്യപാദ്യാദികൾ കൊണ്ട് ഭരദ്വാജൻ ശ്രീരാമനെ പൂജിച്ചു. ശ്രീരാമൻ ഭരദ്വാജ പാദങ്ങൾ നമസ്കരിച്ചു. ശ്രീരാമനോട് ഭരദ്വാജൻ തൻ്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. എൻ്റെ പർണശാലയെ അങ്ങയുടെ പാദപത്മത്തിൻ്റെ സ്പർശം കൊണ്ട് പുണ്യമാക്കി തന്നാലും. അതിന് മറുപടിയായിട്ട് ശ്രീരാമൻ ആ പർണശാലയിൽ പ്രവേശിച്ചതിന് ശേഷം ഭരദ്വാജനോട് പറയുന്നു, നിന്നോട് സംഗമമുണ്ടാകുക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ എന്ന് ഭരദ്വാജൻ തപോധനൻ ശ്രീരാമനോട് പറയുകയാണ്. അങ്ങയോടുള്ള സംഘം കൊണ്ട് ഞാൻ ഇത്രയും കാലം ഇവിടെ തപസ് ചെയ്തതിൻ്റെ ഫലം എനിക്ക് സിദ്ധിച്ചു. എനിക്കറിയാം അങ്ങ് സാക്ഷാൽ നാരായണനാണെന്ന് എനിക്കറിയാം. ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായത് യാതൊന്നിനെന്നതും. എന്തിനാണോ അങ്ങ് ജനിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എല്ലാ വിഷയങ്ങളും എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ശ്രീരാമൻ മറുപടി പറയുകയാണ്, ക്ഷത്രബന്ധുക്കളായുള്ളവർ ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ. ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ക്ഷത്രിയരായ ഞങ്ങളെ അല്ലയോ അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് അവർ പരസ്പരം സംഭാഷണമൊക്കെ ചെയ്ത് ആ രാത്രി അവിടെ താമസിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ഭരദ്വാജ മുനിയുടെ പുത്രന്മാരോട് ചേർന്ന് ശ്രീരാമൻ അവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ചിത്രകൂട പർവ്വതത്തിൽ ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. വാൽമീകിയുടെ ആശ്രമ പരിസരത്തേക്ക് അവരെത്തിച്ചേർന്നു. നാനാ മുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജാകിരണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യ കുസുമ ഫലധല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. വാൽമീകി ആശ്രമത്തിൻ്റെ ആ മനോഹാരിതയെ ആ അന്തരീക്ഷത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെ ആ മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വാൽമീകി മഹർഷിയെ ശ്രീരാമൻ കാണുന്നു. ജാനകി ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. ശ്രീരാമനും വാൽമീകിയും പരസ്പരം കണ്ടുമുട്ടുന്നു, ഗാഠം പുണരുന്നു. അതിനുശേഷം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു, പഴങ്ങളും കായ്കനികളുമൊക്കെ നിവേദിച്ചു. അതിനുശേഷം ശ്രീരാമൻ ആ മുനിവരനോട് പറയുന്നു, താതാജ്ഞയാ എൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ വനത്തിന് പുറപ്പെട്ടതാണ്. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. അതിന് കാരണം അല്ലയോ മുനെ, ഞാൻ പറയേണ്ടതില്ലല്ലോ. വേദാന്തിയായിരിക്കുന്ന അങ്ങേക്ക് ഇതൊക്കെ അറിയാമല്ലോ. എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, യാതൊരിടത്ത് സുഖേന വസിക്കാവോ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഈ കാട്ടിൽ എവിടെയാണ് എനിക്ക് സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട്
മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ താമസിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് എന്ന് അല്ലയോ മഹാമുനെ അങ്ങ് കാണിച്ചു തന്നാലും എന്ന് പറയുന്നു. ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനെ. ഈ ദിക്കിൽ ഒരുപാട് കാലം താമസിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന് പറ്റുന്ന ഒരു സ്ഥലം, കാരണം ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ഇരിക്കുന്ന പുണ്യസ്ഥലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നറിയാം. അതുകൊണ്ട് എനിക്ക് ഇവിടെ താമസിക്കുവാനൊരു സ്ഥലം കാണിച്ചു തരണമെന്ന് പറയുകയാണ്. അത് കേട്ട് വാൽമീകി മഹാമുനി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു, മന്ദസ്മിതം കൊണ്ട് പറയുകയാണ്, സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു. എല്ലാ ലോകത്തിലും നീയാണ് വസിക്കുന്നത്, എല്ലാ ലോകവും നിന്നിലുമാണ് വസിക്കുന്നത്. ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. ഇങ്ങനെയുള്ള ഈ ലോകം മുഴുവൻ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു, അങ്ങിൽ ലോകം മുഴുവൻ നിറയുന്നു. അങ്ങനെയുള്ള ഭവാന് ഞാൻ എവിടെയാണൊരു സ്ഥലം കാണിച്ചു തരേണ്ടത്? ഞാൻ എവിടെയാണ് അങ്ങേക്ക് താമസിക്കാനൊരു സ്ഥലം കാണിച്ചു തരേണ്ടത്? പിന്നെയോ സീതാ സഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വേണമെന്ന് മാനുഷാകാരമെടുത്ത് എന്നോട് ചോദിച്ചത് കൊണ്ട് അതിനുള്ള മറുപടി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആഖ്യാവിശേഷേണ എണ്ണി ഞാൻ പറയാം എന്ന് പറയുകയാണ്. എന്നിട്ട് വാൽമീകി മഹർഷി 9 സ്ഥലങ്ങളെ ശ്രീരാമന് വസിക്കാൻ വേണ്ടിയിട്ടുള്ള, സീതാസമേതനായിട്ട് വസിക്കാൻ വേണ്ടിയിട്ടുള്ള 9 സ്ഥലങ്ങളെ ഇവിടെ ബോധിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി. 1ാമത്തെ സ്ഥലം പറയുകയാണ്, സന്തുഷ്ടരായിട്ട് എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ട് എല്ലാ ജന്തുക്കളോടും വിരോധമില്ലാതെ ശാന്തമായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് നിനക്ക് വസിക്കാനുള്ള 1ാമത്തെ സ്ഥലമാണ്. ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും വെറുപ്പ് കാണിക്കാതെ എല്ലാ ജീവജാലങ്ങളെയും സമദൃഷ്ടിയോടുകൂടി കാണുന്നവൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ട്. 2ാമത്തത് പറയുന്നു, നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം. എല്ലാ ധർമ്മത്തെയും അധർമ്മത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട്, അധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി അങ്ങയെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം, അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്കിരിക്കാനുള്ള, അങ്ങേക്ക് താമസിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. 3ാമത്തത് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് എപ്പോഴും നീ തന്നെ ശരണമെന്ന് ചിന്തിച്ചുകൊണ്ട് യാതൊരു തരത്തിൽ ദുഃഖവും മറ്റ് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും തന്നെ ബാധിക്കാതെ അങ്ങയുടെ മന്ത്രം ജപിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ മനസ്സും അങ്ങേക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. 4ാമത്തത് ശാന്തന്മാരായിട്ട്, നിരഹങ്കാരികളായിട്ട്, ശാന്ത രാഗ ദ്വേഷമാനസന്മാരുമായിട്ട്, അതായത് മറ്റ് വിഷയങ്ങളിലൊന്നും തന്നെ മനസ്സിനെ കൊണ്ട് കൂട്ടിക്കെട്ടാതെ ലോട്ടാശ്മ കാഞ്ചന തുല്യമതികളായി, ഒരു കരിക്കട്ടയും അതുപോലെ സ്വർണവും ഒരേപോലെ കാണുന്നവൻ, അതായത് ഒന്നിന് കൂടുതലെന്നോ ഒന്നിന് കുറവെന്നോ ഭേദബുദ്ധി ഇല്ലാത്ത ആളുകൾ, അവരുടെ മനസ്സും അങ്ങയുടെ മന്ദിരത്തിന് തുല്യമാണ്, അഥവാ അങ്ങേക്ക് താമസിക്കേണ്ട സ്ഥലമാണ്. 5ാമത്തത് പറയുന്നു, നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലെ ദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായ മരുവുന്നവർ മാനസം. നിന്നിൽ തന്നെ എല്ലാ കർമ്മങ്ങളും സമർപ്പിച്ച് ഈ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് നിൻ്റേതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നിന്നിൽ എല്ലാ സമസ്ത കർമ്മവും നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് സന്തുഷ്ടമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മനസ്സും അങ്ങയുടെ താമസ സ്ഥലമാണ്. 6ാമത്തത് പറയുന്നു, ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ല, ഒട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം. എത്രത്തോളം ഇഷ്ടമുള്ള കാര്യം ലഭിച്ചാലും, എത്ര ഇഷ്ടമില്ലാത്ത കാര്യം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം തന്നെ ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ്റെ അനുമതിയാണ്, തൻ്റെ ധർമ്മമാണ്, തൻ്റെ കർമ്മമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുടെ മനസ്സിൽ അല്ലയോ രാമ അങ്ങേക്ക് വസിക്കാവുന്നതാണ്. 7ാമത് പറയുന്നു, ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും ഉൾഭൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ഷഡ്ഭാവങ്ങൾ ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഈ 6 ഭാവഭേദങ്ങളൊക്കെ തന്നെ അത് ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നും ആത്മാവിനെ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നും വിശപ്പും ദാഹവും ഭയവും സുഖവും ദുഃഖവും ഒക്കെ ആത്മദേഹത്തിന് ബാധിക്കുന്നതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അല്ലയോ രാമ സീതാസമേതനായിട്ട് അങ്ങ് വസിച്ചാലും. ഇനി 8ാമത്തത് പറയുന്നു, യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം
വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മം അച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മനമലേഭകം വാസുദേവം ഭഗവാനെ സ്തുതിക്കുകയാണ്. തസ്യചിത്തേ ജനകാത്മജയാസമം നിസ്സംശയം വസിച്ചിടുക. അതായത് സർവവ്യാപിയായിരിക്കുന്ന ശ്രീരാമൻ ആ സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണോ അങ്ങയെ ഭജിക്കുന്നത്, അങ്ങയുടെ ആ തിരുനാമത്തെ ഭജിക്കുന്നത്, അങ്ങയുടെ തത്വത്തെ മനസ്സിലാക്കുന്നത്, അവൻ്റെ മനസ്സിൽ അല്ലയോ രാമ സീതാസമേതനായിട്ട് അങ്ങേക്ക് വസിക്കാം. ഇനി 9-ാമത്തത് പറയുന്നു, സന്തതം ത്വൽപാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്കാം. അങ്ങയുടെ പാദസേവയിൽ തൽപരരായിട്ട് അങ്ങയുടെ നാമമന്ത്രം തന്നെ ജപിക്കുന്നവർ, അങ്ങയെ നാമമന്ത്രം ജപിച്ചുകൊണ്ട് അന്ധക്കരണത്തെ ശുചിയാക്കുന്നവരുടെ മനസ്സിൽ അല്ലയോ ശ്രീരാമ സീതാസമേതനായിട്ട് അങ്ങ് വസിച്ചാലും, അവരുടെ മനസ്സിൻ്റെ അകത്ത് അങ്ങ് സീതാസമേതനായിട്ട് വസിച്ചാലും എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ 9 സ്ഥലങ്ങൾ ശ്രീരാമന് വസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാത്മീകി മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതോടുകൂടിയിട്ട് 7-ാം ദിവസത്തെ പാരായണ ഭാഗം പൂർത്തീകരിക്കപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പ്രധാന വിഷയങ്ങളാണ് ഇവിടെ വരുന്നത്. 1 വനയാത്ര, 2 ഗുഹസംഗമം, 3 ഭരദ്വാജ് ആശ്രമ പ്രവേശം, 4 വാൽമീകി ആശ്രമ പ്രവേശം. ഇതിൽ വനയാത്രയിൽ പുരവാസികളുടെ യാത്ര, അയോധ്യാപുരവാസികൾ ശ്രീരാമൻ്റെ പുറകെ, ശ്രീരാമൻ കയറിയ തേരിൻ്റെ പുറകെ ദുഃഖത്തോടുകൂടി വിലപിച്ചുകൊണ്ട് അബാലവൃദ്ധം, അതായത് ബാലികമാർ മുതൽ ബാലന്മാർ മുതൽ സ്ത്രീകൾ, പുരുഷന്മാർ, വൃദ്ധർ തുടങ്ങി അയോധ്യയിലുള്ള മുഴുവൻ ജനങ്ങളും അല്ലയോ രാമ എന്ന് വിളിച്ചുകൊണ്ട് രാമൻ്റെ തേരിൻ്റെ പുറകെ നടക്കുന്ന കാഴ്ച വളരെ വളരെ വേദനാജനകമാണ്. ആ സമയത്താണ് ദശരഥൻ മോഹിച്ച് ഭൂമിയിൽ വീഴുന്നത്. തൻ്റെ തെറ്റ് കാരണം, തൻ്റെ ഒരു വാക്ക് കാരണം, തൻ്റെ അവസ്ഥ കാരണം ശ്രീരാമന് വനത്തിൽ പോകേണ്ടി വരുന്ന ദുഃഖത്തെക്കുറിച്ച് ഓർക്കുന്നത്. ആ വനയാത്രയിൽ ശ്രീരാമൻ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അയോധ്യാവാസികളെ അവിടെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പോകുന്ന സമയത്താണ് ഗുഹനെ കണ്ടുമുട്ടുന്നത്. ഗുഹൻ ശൃംഗിവേരം എന്ന് പറയുന്ന അയോധ്യയുടെ അയൽ ഗ്രാമമായിരിക്കുന്ന ആ ശൃംഗിവേരത്തിൻ്റെ അധിപനാണ്, ഒരു കാട്ടാളനാണ്. അദ്ദേഹം ശ്രീരാമനെ നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ബഹുമാനിക്കുന്ന ആളാണ്, പൂജിക്കുന്ന ആളാണ്. ആ ഗുഹൻ ശ്രീരാമൻ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പക്വഫല മൂലങ്ങളൊക്കെ നൽകിയിട്ട് ശ്രീരാമനെ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് അയോധ്യയിൽ നിന്നല്ലേ പുറത്താക്കപ്പെട്ടിട്ടുള്ളൂ, വനത്തിലേക്കല്ലേ പോകുന്നത്? എൻ്റെ ഈ നാട്, ശൃംഗിവേരം എന്ന ഈ നാട് അല്ലയോ രാമ അങ്ങേക്കുള്ളതാണ്. കാരണം ഞാൻ അങ്ങയുടെ കിങ്കരനാണ്, അടിമയാണ്. അതുകൊണ്ട് എന്നെയും എൻ്റെ രാജ്യത്തെയും ഏറ്റെടുത്താലും എന്ന് പറയുന്നു. ശ്രീരാമന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, ശ്രീരാമന് വേണമെങ്കിൽ അവിടെ സുഖത്തോടുകൂടി വസിക്കാമായിരുന്നു. പക്ഷേ ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം രാവണവധമായതുകൊണ്ട് വനത്തിലേക്ക് പോയേ മതിയാകൂ. അതുകൊണ്ട് ശ്രീരാമൻ ഇവിടെ ഗുഹനോട് പറയുന്നു, അന്യദത്തം ഭുജിക്കുകയില്ല, അന്യഗ്രാമങ്ങളിൽ ഞാൻ 14 വർഷം താമസിക്കുകയില്ല. എന്തായാലും 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടേക്ക് വരാമെന്ന് ഗുഹന് വാക്ക് കൊടുക്കുന്നു. രാമഭാഷിതം സത്യമായിരിക്കും എന്നും പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ആ സമയത്ത് തലേദിവസം രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഗുഹനോട് ലക്ഷ്മണനും തമ്മിലുള്ള സംവാദം. ഗുഹൻ തൻ്റെ ദുഃഖം മുഴുവൻ, തൻ്റെ ആവലാതി മുഴുവൻ, തൻ്റെ വേദന മുഴുവൻ ലക്ഷ്മണനോട് പങ്കുവയ്ക്കുന്നു. ശ്രീരാമൻ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ, ആ സ്വർണ്ണ കട്ടിലിൽ കിടക്കേണ്ട രാമൻ ഇന്ന് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഈ ഒരു കാഴ്ച കൈകേയിയുടെ ചിത്തബുദ്ധി കൊണ്ടും മന്ദരയുടെ ഏഷണി കൊണ്ടും വന്നതല്ലേ എന്ന് പറയുമ്പോഴാണ് ഇവിടെ ലക്ഷ്മണൻ വലിയൊരു സന്ദേശം ഗുഹനിലൂടെ നമുക്ക് നൽകുന്നത്. ഒരാൾ കാരണമാണ് എനിക്ക് ദുഃഖമുണ്ടായത്, ഒരാൾ കാരണമാണ് എനിക്ക് സുഖമുണ്ടായത് എന്ന് ചിന്തിക്കരുത്. അവനവന് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് അവനവൻ്റെ കർമ്മങ്ങൾ കൊണ്ടാണ്, അവനവൻ്റെ കർത്തവ്യം കൊണ്ട്, അഥവാ മുൻജന്മത്തിൽ ആർജിച്ചിരിക്കുന്ന കർമ്മഗുണം കൊണ്ടോ കർമ്മദോഷം കൊണ്ടോ ആണ് എന്ന് ഇവിടെ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നു. സുഖവും ദുഃഖവും ദിനരാത്രികൾ എന്നതുപോലെ മാറിയും മറഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ഈ നിമിഷം സുഖമുണ്ടെങ്കിൽ അടുത്ത നിമിഷം ദുഃഖമുണ്ടാകാം, അടുത്ത നിമിഷം ദുഃഖമുണ്ടെങ്കിൽ അതിനടുത്ത നിമിഷം സുഖമുണ്ടാകാം. അത്തരത്തിൽ സുഖദുഃഖാദികൾ മാറി മറഞ്ഞ് ദിനരാത്രങ്ങൾ എന്ന പോലെ വന്നുകൊണ്ടേയിരിക്കും. അതിന് കാരണം ഒരു വ്യക്തിയല്ല. ഒരുത്തൻ കാരണമാണ് എനിക്ക് ദുഃഖമുണ്ടായത് എന്നോ ഒരുത്തൻ കാരണമാണ് എനിക്ക് സുഖമുണ്ടായതോ എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയില്ലാത്ത ആളുകളാണ്, അറിവില്ലാത്തവരാണ്. അറിവുള്ളവർക്ക് മനസ്സിലാകും അവനവൻ്റെ കർമ്മഗുണം കൊണ്ടാണ് തനിക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്, അവനവൻ്റെ കർമ്മഗുണം കൊണ്ടാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ, വിദ്വാൻമാർ, വേദജ്ഞർ, വിദ്വാൻമാർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായാൽ ആ സുഖത്തിലും ദുഃഖത്തിലും
ഒരേ മനോഭാവത്തോടു കൂടി മാത്രമേ നിൽക്കുകയുള്ളൂ. സുഖമുണ്ടായാലും അധികം സന്തോഷിക്കുകയില്ല, ദുഃഖമുണ്ടായാൽ ആ ദുഃഖത്തിൽ വീഴുകയുമില്ല. കാരണം ഇത് കർമ്മഗതിയാണെന്ന് അറിവുള്ളവർക്ക് അറിയാമെന്നുള്ള വലിയൊരു സന്ദേശം, വലിയൊരു തത്വം ഗുഹനിലൂടെ ലക്ഷ്മണൻ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗുഹന്റെ അനുവാദം വാങ്ങി അവിടുന്ന് തോണി കൊണ്ടുവന്ന് ഗുഹനോട് യാത്ര പിരിഞ്ഞു പോവുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും. അവരെത്തിച്ചേരുന്ന ഭരദ്വാജ ആശ്രമത്തിലാണ്. ഭരദ്വാജൻ യഥാവിധി യഥോചിതം ശ്രീരാമനെ സ്വീകരിക്കുകയും അവിടെ അവർ തമ്മിൽ അല്പസമയം സംഭാഷണം നടക്കുകയും അന്ന് അവിടെ വസിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം വാൽമീകി ആശ്രമത്തിലേക്ക് ശ്രീരാമൻ എത്തിച്ചേരുകയാണ്. വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വാൽമീകി ശ്രീരാമനെ സ്വീകരിക്കുന്നു. ശ്രീരാമൻ ആരാണ് എന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്നു. അത്തരത്തിൽ അവർ സംവാദം നടത്തുകയാണ്. ശ്രീരാമൻ പറയുന്നു, ഈ ദിക്കിൽ കുറച്ചു കാലം താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങേപോലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അറിവുള്ള ആളുകൾ, വിദ്വാൻമാർ താമസിക്കുന്നതിനടുത്ത് അല്പദിവസം താമസിക്കുക എന്നത് തന്നെ, അല്പദിവസം വസിക്കുക എന്നത് തന്നെ പുണ്യമാണ്. അതുകൊണ്ട് ഈ ദിക്കിൽ കുറച്ചു കാലം താമസിക്കുവാനുള്ള സ്ഥലം അല്ലയോ മഹർഷേ, മഹാമുനെ, അങ്ങ് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അത് മറുപടിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വാൽമീകി പറയുന്നു, അല്ലയോ ശ്രീരാമ, അങ്ങ് മഹാവിഷ്ണുവാണ്, നാരായണനാണ് എന്ന് എനിക്കറിയാം. ഈ ലോകങ്ങൾ മുഴുവൻ അങ്ങയിലാണ് വസിക്കുന്നത്. അങ്ങാവട്ടെ ഈ ലോകത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഭവാന് താമസിക്കാനൊരു സ്ഥലം വേണമെന്ന് എന്നോട് ചോദിക്കുന്നത് എന്ത് അതിശയമാണ്. എന്തായാലും ലോകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ എണ്ണി പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാൽമീകി 9 ഇടങ്ങൾ പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ 9 ഇടങ്ങളും നമ്മുടെ മനസ്സാണ് എന്നുള്ളതാണ്. 9 ഇടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും വാൽമീകി സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് സീതാസമേതനായിട്ടിരിക്കാനുള്ള സ്ഥലം എന്നാണ്. അതിൽ പറയുന്നത്, ഒന്നാമത്തത് പറയുന്നു, സന്തുഷ്ടരും സമദർശികളും മറ്റ് ജന്തുക്കളോട് വിദ്വേഷമില്ലാത്തവരുമായിരിക്കുന്ന ആളുകൾ, അവർ നിന്നെ ഭജിക്കുന്നവരാണെങ്കിൽ അവരുടെ മനസ്സിൽ അല്ലയോ ശ്രീരാമ നിനക്ക് സ്ഥാനമുണ്ട്, നീ എവിടെയാണ് ഇരിക്കേണ്ടത്. രണ്ടാമത്തേത്, ധർമാധർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തെ ആശ്രയിച്ച് അങ്ങയെ തന്നെ ഭജിക്കുന്നവരുടെ മനസ്സിൽ ശ്രീരാമ സീതാസമേതനായി വസിച്ചാലും. മൂന്നാമത്തത്, നിനക്ക് സുഖവാസ മന്ദിരമായിരിക്കുന്നത് നിന്നെ അവലംബിച്ച് പരമാത്മ ചൈതന്യമായ നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിന്റെ നാമത്തെ ജപിക്കുന്നവരുടെ മനസ്സിൽ ശ്രീരാമ അങ്ങ് സീതാസമേതനായി വസിച്ചാലും. നാലാമത്തത്, ശാന്തന്മാരും അഹങ്കാരമില്ലാത്തവരും മൺകട്ടയും കല്ലും സ്വർണവും എല്ലാം ഒരേപോലെ ദൃഷ്ടിക്കുന്നവരും, അതായത് കയറ്റിറക്കമില്ലാതെ ആര് വലിയവനെന്നോ ആര് ചെറിയവനെന്നോ ചിന്തിക്കാതെ എല്ലാത്തിലും ഈശ്വരനെ കണ്ട് ജീവിക്കുന്ന ആളുകളുടെ മനസ്സ് അല്ലയോ ശ്രീരാമ അങ്ങേക്ക് വസിക്കേണ്ട സ്ഥലമാണ്. അഞ്ചാമത്തത്, എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും അങ്ങയിൽ ലയിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ മനസ്സ് ശ്രീരാമ സീതാസമേതനായിട്ട് അങ്ങേക്ക് വസിക്കാനുള്ള ഇടമാണ്. മറ്റേത്, ആറാമത്തേത്, ഇഷ്ടം ഉള്ള കാര്യം, നമുക്ക് ലഭിച്ച ഇഷ്ടമുള്ള കാര്യമാവട്ടെ ഇഷ്ടമില്ലാത്ത കാര്യമാവട്ടെ അത് രണ്ടും അങ്ങ് നൽകിയതാണെന്ന ബോധ്യത്തോടുകൂടി അങ്ങയെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ മനസ്സിൽ ശ്രീരാമ അങ്ങ് വസിക്കേണ്ടതുണ്ട്. ഏഴാമത്തത്, സുഖവാസ മന്ദിരമായിട്ടുള്ളത് പരമാത്മാവായിട്ടുള്ള ബോധമാണ് അങ്ങെന്ന് ഉറച്ചുകൊണ്ട് അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സാണ്. എട്ടാമത്തേത്, സർവ്വവ്യാപിയായിട്ട് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് അങ്ങാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയെ ഭജിക്കുന്നവരുടെ മനസ്സാണ്. ഒൻപതാമത്തേതാവട്ടെ, അങ്ങയുടെ പാദസേവയിൽ താല്പര്യപ്പെട്ട് അങ്ങയുടെ നാമമന്ത്രം തന്നെ നിത്യം ജപിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിൽ ശ്രീരാമ അങ്ങ് സീതാസമേതനായി വസിച്ചാലും എന്നുള്ള 9 സ്ഥലങ്ങളാണ് ശ്രീരാമന് സീതാസമേതനായിട്ട് വസിക്കാൻ വേണ്ടി വാൽമീകി പറഞ്ഞു തരുന്നത്. ഈ 9 സ്ഥലങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ ഇവിടെ വാൽമീകി സൂചിപ്പിച്ചതുപോലെയുള്ള ചിന്താധാരയും ഈ സർവ്വകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യവും ഭഗവാന്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുകയുമാണ് എങ്കിൽ ആ മനസ്സിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം രമിച്ച് വാണിരിക്കും എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ വാൽമീകി നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് സീതാസമേതനായിട്ട് വസിക്കാനുള്ള ഇടമായിട്ട് നമ്മുടെ എല്ലാം മനസ്സുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപരമ്പരയുടെ പതകമലങ്ങളിൽ സർവാത്മന സമർപ്പിച്ചുകൊള്ളട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ महनीय गुणात्मने चक्रवर्ती तनुजाय सार्वभौमाय मंगलम्. ओम श्री
हनुमत सेवित सीतारामचंद्र भगवान की जय।